ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എൻ്റെ ഒരു ഒഴിവ് ദിവസം ഞാൻ എങ്ങനെയാണ് എന്താ പറയുക വീട്ടിലിരുന്നാലുള്ള പണികളാണ് കേട്ടോ. ഒരു ഒഴിവ് ദിവസം ഞാൻ എടുത്തതാണ്. എന്താ വെച്ചാൽ ഒരു ദിവസം രാവിലെ തൊട്ട് ഭയങ്കര മഴ. ഇപ്പം അടുത്ത് നമുക്ക് അറിയാമല്ലോ, മഴയോട് മഴയല്ലേ. അപ്പോൾ പിന്നെ രാവിലെ എണീറ്റപ്പം കടയിലേക്ക് പോരാനും ഒക്കെ മടിയായി. അപ്പോൾ പിന്നെ മോട്ടൻ പറഞ്ഞു, ഈ തന്നെ ഇപ്പോൾ പോവണ്ട, നമുക്ക് പറമ്പിലൊക്കെ കുറച്ച് പണിയുണ്ട്, ഇതിൻ്റെ ഒപ്പം ഒന്ന് കൂടിക്കൊണ്ട, ഈ വെറുതെ അവിടെ വന്ന് നിന്നാൽ മതി, ഞാൻ എടുത്തോളാം എന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. പക്ഷെ എന്തായാലും അവിടെ ചെന്നപ്പോഴേക്ക് എനിക്കങ്ങനെ മാറിയിരിക്കാൻ തോന്നിയില്ല. മൂപ്പര് സ്വന്തം അങ്ങനെ പണിയെടുക്കല്ലേ. അപ്പോൾ ഞാനും കൂടി കൊടുത്തു. ഇതാ കണ്ടില്ല, ഇതാണ് കേട്ടോ ഞങ്ങളെ പറമ്പ്. നിറച്ചും പുല്ലാണ്. താഴെയൊക്കെ കണ്ട നിറച്ചും പുല്ല് കയറി കിടക്കുക. എന്താ ഇത് പറമ്പ് ശ്രദ്ധിക്കാതെ ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വന്നിട്ട് എന്തെങ്കിലും ഒരു കൃഷി ചെയ്യുമ്പോൾ അതവിടെ ഉണ്ടായി കണ്ടാലേ നമുക്കൊരു സന്തോഷമുള്ളൂ. ഇത് നമ്മൾ നട്ടിട്ടിട്ട് പോയി അതൊക്കെ വിളവെടുക്കാനാകുമ്പോഴേക്ക് പന്നി വന്ന് കുത്തി നാശാക്കി സങ്കടമാവും അതൊക്കെ കാണുമ്പോൾ. അപ്പോൾ പിന്നെ അത് വേണ്ടാന്ന് വെച്ചാൽ അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചാൽ കേട്ടോ. അപ്പോൾ കുറേ ആയിട്ട് 3-4 വർഷമായിട്ട് പറമ്പിൽ ഒരു പണിയും ചെയ്യലില്ല. തെങ്ങിൻ്റെ അടുത്ത് മാത്രം തേങ്ങ ഇടാൻ പോകും മാത്രമേ ഉള്ളൂ. തെങ്ങിന് പോലും പണിയൊന്നും എടുക്കലില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അന്നത്തെ ദിവസം പിന്നെ മോട്ടന് പോയപ്പോൾ ഞാനും പോയി. അങ്ങനെ അവിടെ ചെന്നപ്പോൾ കുറേ മഞ്ഞൾ കഴിഞ്ഞ കൊല്ലം കൊത്താതെ നിൽക്കണേ മഞ്ഞളുണ്ടായിരുന്നു, പറിക്കാതെ നിൽക്കണേ. അതൊക്കെ വലുതായി വളർന്നിങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ നമുക്ക് ഇവിടെ കുറച്ച് സ്ഥലത്ത് നല്ല വെളിച്ചമുള്ള സ്ഥലമാണ്, അവിടെ നമുക്കെന്നാൽ കുറച്ച് മഞ്ഞൾ നടാമെന്ന് വിചാരിച്ച് ഞാൻ അവിടെ ഉള്ളതൊക്കെ കൂടി കുത്തിപ്പറിച്ച്, പിന്നെ വീട്ടിൽ കുറച്ചുണ്ടായിരുന്നു അതും കൂടി കൊണ്ടുപോയി മഞ്ഞൾ നടാനുള്ള പണിയാണ് കേട്ടോ. അത് നടണമെങ്കിൽ എന്താ, ആദ്യം പുല്ലൊക്കെ ചെത്തി കളഞ്ഞിട്ടൊക്കെ വേണം. നിറച്ചും ഇങ്ങനെ പടന്ന് കിടക്കുന്ന പുല്ലാണ്. അപ്പം ആ പുല്ലൊക്കെ ചെത്തി കളച്ചിട്ട് വേണം അവിടെ നടണമെങ്കിൽ. എന്തായാലും നടാൻ വന്നതല്ലേ, അപ്പോൾ ലീവ് എടുത്താലേ എന്തെങ്കിലും ഒന്ന് നടത്താലോ എന്ന് വിചാരിച്ചിട്ട്. ഇതാ നല്ല മഴയാണ് കേട്ടോ, നല്ല മഴ. പക്ഷേ ആ മഴയ്ക്കകത്ത് ഇങ്ങനെ കോട്ടൊക്കെ ഇട്ട് ഇതൊക്കെ ചെയ്യാനൊക്കെ നല്ല എളുപ്പമുണ്ട്, ഇഷ്ടമാണ് അങ്ങനെയൊക്കെ ചെയ്യാൻ. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഈ മണ്ണിന് ഭയങ്കര പശമുള്ള മണ്ണ്, അതുകൊണ്ട് തൂമ്പ ഇങ്ങോട്ട് കൊത്തിയിട്ട് ഇങ്ങോട്ട് എടുക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പം പിന്നെ എന്തായാലും വേണ്ടില്ല, അങ്ങനെ ഉള്ള മഞ്ഞളൊക്കെ കുറച്ചൊക്കെ ഇടയ്ക്ക് കുഴിച്ചിട്ടു. ഇനിയിപ്പം കുഴിച്ചിട്ടുന്ന അപ്പം തന്നെ എല്ലാം ചെയ്തു കേട്ടോ. എല്ലാം വളമൊക്കെ അപ്പം തന്നെ ചെയ്താൽ കുഴിച്ചിട്ട്. ഇനിയിപ്പോൾ എപ്പോഴാണ് അങ്ങോട്ട് തിരിച്ച് കയറുക എന്ന് പറയാൻ പറ്റില്ല. പിന്നെ മോഡനെ ഉള്ളതിനെ കൊണ്ട് മൂപ്പരങ്ങ് പോയിക്കോളും. പണിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, അങ്ങനത്തെ പണിയൊക്കെ എടുക്കാൻ പോകാനൊക്കെ, പറമ്പിൽ പണിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്കാണെങ്കിൽ ഒരു ദിവസം പോലും എനിക്ക് ലീവ് എടുക്കാമെന്ന് പറഞ്ഞാൽ കടയിൽ പണികളുണ്ട്. സ്കൂളിലെ ക്ലാസ്സുകളൊന്നും ഇപ്പോൾ സ്കൂൾ അടച്ച് തുറന്നിട്ടല്ലേ ഉള്ളൂ. അപ്പം ക്ലാസ്സുകളൊക്കെ തുടങ്ങി വരുന്നതേ ഉള്ളൂ. പക്ഷേ കടയിൽ യൂണിഫോമിൻ്റെ തിരക്ക്, സ്കൂൾ തുറന്നത് കാരണം യൂണിഫോമിൻ്റെ തിരക്കുകളൊക്കെ ഉള്ള കാരണം കടയിൽ പോകേണ്ടി വരും. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ കടയിൽ. അപ്പോൾ അതുകൊണ്ട് കടയിൽ പോകണം. അപ്പോൾ എനിക്ക് ലീവ് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് കണ്ണും അടച്ചങ്ങ് ലീവ് എടുത്തതാണ്. അപ്പോൾ ലീവ് എടുത്തത് ഇപ്പോൾ ഇങ്ങനെയായി. ഇത് കണ്ടില്ലേ, പുല്ല് നിറച്ചും കണ്ടോ, നിങ്ങൾ കാണുന്നില്ലേ, നിറച്ചും പുല്ലാണ് കേട്ടോ. പശുവുള്ളവരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെട്ടിക്കൊണ്ട് കൊള്ളാനൊക്കെ പറഞ്ഞായിരുന്നു, പക്ഷെ അവരാരും വന്നില്ല. അപ്പോൾ എന്തായാലും പിന്നെ നമുക്ക് നടാനുള്ള സ്ഥലം കുറച്ച് അങ്ങനെ ആക്കട്ടെ എന്ന് വിചാരിച്ചു. ഇത് പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മളെ ഷെഡ് അവിടെ തന്നെ ഉണ്ടാക്കി കേട്ടോ. ഇപ്രാവശ്യത്തേക്ക് അതൊക്കെ കൂടി തൂണൊക്കെ പോയി നാശമായി പോയിണ്ടായിരുന്നു. പിന്നെ മോട്ടം വന്നിട്ട് മരമൊക്കെ മുറിച്ച് തൂണും അതൊക്കെ ശരിയാക്കി വെച്ചതാണ്. എന്താണെന്ന് വെച്ചാൽ ഇതൊരു ആവശ്യമാണ് നമുക്ക് അവിടെ പണി എടുക്കുന്ന സമയത്ത്. സാധനങ്ങൾ എന്താ, പിന്നെ കൊട്ടയും തൂമ്പയും അങ്ങനെ ഉള്ള പണി സാധനങ്ങളൊക്കെ വയ്ക്കാനും, പിന്നെ കുറച്ച് നമുക്ക് റെസ്റ്റ് ക്ഷീണിച്ച് വന്ന് എവിടെയെങ്കിലും ഒന്ന് ഇരിക്കണമെങ്കിൽ അതിനൊക്കെ കൂടിയിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. അതവിടെ നല്ല നല്ല സൗകര്യമാണ്. പക്ഷെ പേടിയാവും ചിലപ്പോൾ അതിൻ്റെ അകത്തൊക്കെ എന്തെങ്കിലുമൊക്കെ പിന്നെ ജന്തുക്കളൊക്കെ വന്ന് കൂടും കേട്ടോ. അങ്ങനെ പിന്നെ അവിടെ നിന്ന് കുറച്ചുകൂടി മഞ്ഞൾ കാട് വെട്ടി മൂപ്പരയിലൊക്കെ നടന്നപ്പോൾ അവിടെ നിന്ന് കുറച്ചുകൂടി മഞ്ഞൾ കിട്ടി. അതൊക്കെ കൂടി എവിടേക്കാണ് നട്ടതെന്ന് തന്നെയോ കഴിഞ്ഞ് 2 കൊല്ലമായിട്ട് എവിടേക്കാണ് നട്ടതെന്ന് ഓർമ്മയില്ല. അപ്പോൾ അവിടുന്ന് പിന്നെ നമ്മൾ കുത്തിപ്പോയാൽ അവിടുത്തെ ചെറിയ വിത്തുകളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ മുളച്ച് വരുമല്ലോ. അങ്ങനെ പിന്നെ ഞങ്ങൾ പണിയൊക്കെ കഴിഞ്ഞ് വല്ലേ റോട്ടിലേക്ക് ഇറങ്ങി വീട്ടിലേക്ക് പോകാം കേട്ടോ. ഇതാണ് കേട്ടോ ഞങ്ങളെ റോഡ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ വീഡിയോ. ഓക്കെ, താങ്ക് യു.